വൈകുന്നേരത്തെ പരിപാടിക്ക് ഡാൻസ്, പാട്ട്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മുടെ 17ഓളം ഡാൻസേഴ്സ്, ഡിഫറെൻറ്റ് കൾച്ചറിലുള്ളവരുടെ ഡാൻസുകൾ, 17 ഡാൻസുകൾ അടിപൊളിയായിരിക്കും. തീർച്ചയായിട്ടും. നമ്മളെല്ലാം അത് അത്രയും ടൈമും നമുക്കുണ്ടല്ലോ, വൈകുന്നേരം 5:30 മുതൽ രാത്രി 10 വരെ. അപ്പം നമുക്ക് ഇഷ്ടംപോലെ സമയത്ത് ഡാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തെക്കൻ റെവല്യൂഷൻ എന്ന് പറയുന്ന ബാൻഡാണ്. അപ്പം നമുക്ക് ഗാനമേള, അതെ, നാളമേള, നാട്ടിലെ പള്ളിപ്പറമ്പിലെയും അമ്പലപ്പറമ്പിലെയൊക്കെ ഗാനമേളയ്ക്ക് തുല്യമായിട്ടുള്ള ഗാനമേള, നമുക്ക് ചാടാനും തുള്ളാനും എൻജോയ് ചെയ്യാനും ഒക്കെ ഉള്ള ബ്യൂട്ടിഫുൾ എന്താ പറയുക ഫ്യൂഷൻ സോങ്ങുകളുമായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ഈ മുണ്ടെടുത്ത് വരുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം, അടിയിൽ നല്ല മുഴുത്ത ബെർമുട ഇട്ടോളൂ അല്ലേ, നല്ല ബെൽറ്റൊക്കെ. ഡാൻസ് കളിക്കാനും ആടാനും പാടാനും ആനന്ദിക്കാനും ഉള്ള എല്ലാ പരിപാടിയും ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ബാലയോ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ബാലയില്ല. പിന്നെ കഥാപ്രസംഗവും ഇല്ല. അതൊക്കെ നമ്മുടെ നാട്ടിലെ, പക്ഷേ അതൊക്കെ പഞ്ഞി നിന്ന് പോയി തോന്നുന്നു. ഡ്രാമ, മ്യൂസിക്കൽ ഡ്രാമ പോലെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. നമ്മുടെ കഥാപ്രസംഗം, പണ്ടത്തെ ഒരു കഥാപ്രസംഗക്കാരുണ്ടായിരുന്നല്ലോ, സാംബശിവൻ എന്നൊക്കെ. സാംബശിവൻ ഉണ്ടായിരുന്നു, പുള്ളിയുടെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കോമഡി ചെയ്യുന്നൊരു പുള്ളി ഉണ്ടായിരുന്നല്ലോ, വി ഡി രാജപ്പൻ. അതൊക്കെ നമ്മുടെ പള്ളിപ്പറമ്പിലുണ്ടായിരുന്ന അടിപൊളിയായിരുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ അതൊക്കെ തിരിച്ചു വിളിക്കേണ്ട സമയമായെന്ന് തോന്നുന്നു. നമ്മൾ അതൊക്കെ ഒന്നും നമുക്കൊക്കെ അറിയാം, പക്ഷേ വേറെ നമ്മുടെ അടുത്ത പിള്ളേർക്കൊന്നും അറിയത്തില്ലല്ലോ വാട്ട് ഈസ് കഥാപ്രസംഗം എന്നൊക്കെ ചോദിച്ചു. മിമിക്രി, ഇപ്പോൾ മോണാക്ട്, ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല പരിപാടികളും. പിന്നെ ഇവിടെ നമ്മുടെ തന്നെ വളർന്നു വരുന്ന